ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MK സാനു മാസ്റ്റർ സ്മാരക പ്രഥമ പുരസ്കാരം ഡോക്ടർ KR മീരയ്ക്ക് സമ്മാനിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് ഡോക്ടർ KR മീരയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. പ്രൊഫസർ MK സാനു മാസ്റ്ററുടെ സ്മരണയ്ക്കായി മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MK സാനു മാസ്റ്റർ സ്മാരക പ്രഥമ പുരസ്കാരം വിതരണം ചെയ്തു. മൂവാറ്റുപുഴ ശ്രീനാരായണ BEd സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ J. പ്രസാദ്, എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ഡോക്ടർ KR മീരയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. സംസ്കൃതത്തിലൊരു കവിതയുണ്ട്. ആദിരാജ യശോബിംബം ആദർശം പ്രാപ്യവാങ്മയം തേഷാം അസന്നിധാനേപി ന സ്വയം പശ്യ നശ്യതി എന്ന്. സാമാന്യമായ അർത്ഥം ഇതാണ്. രാജവർണ്ണനയാണ്. രാജാക്കന്മാരുടെ കർമ്മങ്ങളും ഒക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് സാഹിത്യമാകാം, അല്ലാതെയാകാം, അത് കണ്ണാടിയാകുന്ന ആ രാജാക്കന്മാരുടെ ബിംബം കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കഴിഞ്ഞാൽ തേഷാം അസന്നിധാനേ അഭി, ആ രാജാക്കന്മാർ അസന്നിധാനം, അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയാലും ന സ്വയം പശ്യ നശ്യതി, അത് നശിക്കുന്നില്ല, നോക്കൂ എന്നാണ് അതിനർത്ഥം. മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് ഡോക്ടർ KR മീരയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 50,001 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എന്നെ തെരഞ്ഞെടുത്തു എന്ന് ശ്രീ ഗോപി കോട്ടമുട്ടിൽ എന്നെ വിളിച്ചു പറയുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചിലൊരു വേദന അനുഭവപ്പെട്ടു. ഞാനൊരിക്കലും സാനുമാഷിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങാൻ എൻ്റെ മനസ്സിനെ സന്നദ്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ സാനുമാഷിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്നത് എനിക്ക് എല്ലാ കാലവും അഭിമാനവും ആഹ്ലാദവുമായിരുന്നു. പക്ഷെ മാഷിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, മാഷില്ലാതായതിനു ശേഷമുള്ളൊരു അവാർഡ് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് എനിക്കിപ്പോഴും സങ്കല്പിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിനോട് പൊരുത്തപ്പെടാൻ എന്തുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വളരെ നിരുപാധികമായി സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന എഴുത്തുകാരനും അതിലേറെ ഗുരുനാഥനുമായിരുന്നു സാനുമാഷ് എന്നതാണ് അതിനുത്തരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ യുംലിംഗ്ല പാസിൽ മോട്ടോർ സൈക്കിൾ യാത്ര നടത്തിയ പ്രിയ ദേവനന്ദനെയും MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആത്മീയ ബുദ്ധിയും മാനസിക സാമൂഹിക ഘടകങ്ങളും ഭാവി അധ്യാപകരിൽ എന്ന വിഷയത്തിൽ PhD നേടിയ ഡോക്ടർ അനീഷ് P. ചിറക്കലിനെയും ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. എബനേസർ സ്കൂൾ വിദ്യാർത്ഥി സാരംഗി സാന്റോ KR മീരയ്ക്ക് പുസ്തകം സമർപ്പിച്ചു. അജു ഫൗണ്ടേഷൻ ചെയർമാനും മുൻ MLA-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി CK ഉണ്ണി, SN എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ VK നാരായണൻ, അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു, TS റഷീദ്, കമാൻഡർ CK ഷാജി, രജീഷ് ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.